പാല് കൊടുത്ത കയ്യിൽ കടിച്ച CPM-നെ 24 ചാനൽ തന്നെ തീർക്കുമെന്നുറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. CPM-ന്റെ കഷ്ടകാലം ശരിക്കും തുടങ്ങിയിരിക്കുകയാണ്. കൂടെ നിന്നവരെല്ലാം കൈയൊഴിയുകയാണ്. ഇപ്പോൾ ഈ നവകേരള സദസ്സ് നടത്തേണ്ടുന്ന ഒരാവശ്യവുമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അല്ലറ ചില്ലറ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷനുമൊക്കെയായി പോയിരുന്ന പിണറായി വിജയൻ്റെ ഭരണം ഈ ആഡംബര യാത്രയിലൂടെ നേടിയെടുത്തത് വലിയ ശത്രുക്കളെയാണ്. തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന CPM-നെ എങ്ങനെയെങ്കിലും കൈപിടിച്ചുയർത്തണമെന്ന് ഈ അവസാനം വരെ ആഗ്രഹിച്ച ചാനലാണ് 24 ന്യൂസ്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി CPM-നെ ഉയർത്തിക്കാട്ടാൻ ഒരു സർവേ പോലും നടത്തിയിരിക്കുന്നു. അതൊരു പക്ഷേ ഗോകുലം ഗോപാലനും പിണറായി വിജയനും തമ്മിലുള്ള കുടുംബ ബന്ധമോ അല്ലെങ്കിൽ R ശ്രീകണ്ഠൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പാർട്ടി സ്നേഹമോ എന്തുമാകാം. അവർ കഴിഞ്ഞ കാലം അത്രയും CPM-ന്റെ എല്ലാ അനീതികൾക്കും കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മുതൽ CPM-നെ ഈ മണ്ണിൽ നിന്നും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള സന്ധിയില്ലാ പോരാട്ടത്തിന് അവർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 24 ചാനലിലെ ഒരു റിപ്പോർട്ടറെ കള്ളക്കേസിൽ കുടുക്കി, അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസിൽ കുടുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചതു മുതൽ 24 ചാനൽ CPM-ന്റെ അന്തകരായിട്ട് മാറിയിരിക്കുന്നു. ഇന്ന് ബംഗാളിൽ CPM-ന് സംഭവിച്ചത് നാളെ കേരളത്തിലെന്ന് 24 വിധിയെഴുതിയിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച 24 ഇൻട്രോയും നൽകിയിരിക്കുന്നു. രാജാവായ പിണറായി വിജയൻ നഗ്നനാണ് എന്ന് 24 വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. 24 ചാനലിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം നൽകിയ താക്കീത് ഇങ്ങനെയാണ്. ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. പൂച്ചവെച്ച് പൂത്തുകിടക്കുന്ന ഖജാനയ്ക്കൊരു റീത്തും വെച്ച് നാടു ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ്. എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിനു പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടിണിപ്പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ മുടക്കിയ ഒരു രാജാവ് എഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി. അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചു കീറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കൂടിയാണ്. 6 അടി 7 അടി കുറുവടിയേന്തി അന്തിക്കമ്പല മുറ്റത്ത് എന്നൊക്കെ പണ്ടു നിങ്ങൾ RSSനെതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ റോന്തു ചുറ്റലിന് ചരിത്രത്തിലൊരു സമാനതയുണ്ട്. ബംഗാൾ എന്നാണ് പേര്. അധികം മുൻപല്ല. അത്തപ്പാടി മറിയക്കുട്ടിമാരെ വരെ വേട്ടയാടുന്ന 2ാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്തംബസുവും അടക്കം കൊന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ദായി കഴിഞ്ഞ വർഷം അതേ ജ്യോതി ബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ എന്ന് സഭയ്ക്കുള്ളിൽ ഓർക്കാൻ 34 വർഷത്തെ ഭരണത്തിനൊടുവിൽ CPM അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ്. വള്ളിപുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അധമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത് കേരളത്തിലും രാഷ്ട്രീയ അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്ക്. അന്ന് അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നുമൊക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസമെന്ത നേക്കും പൂക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോൾമയിർ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പര് ഹൃദയത്തിലുള്ളവന് കേൾക്കുന്നത് ഓക്കാനമാണ്. ആരോ കൊല്ലാൻ വരുന്നേ എന്നൊരില്ലാത്ത പ്രാണഭിതിയിൽ 2 കാലമില്ലാത്തൊരുത്തന്നെ നട്ടല് നോക്കി ചവിട്ടുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായിസം മാത്രമല്ല, യാത്രയിലുടനീളം കണ്ടു മാധ്യമവേട്ട. 30 സെക്കൻഡ് വീതമുള്ള 3.25 ഫോൺ കോളും വെച്ച് ഗൂഢാലോചന വധശ്രമം എന്നൊക്കെ വിരട്ടിയങ്ങ് മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ്, നമുക്ക് നോക്കാം. കൂട്ടത്തിലൊരുത്തിയെ വിനീതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ. ആ ഉഡായിപ്പ് കേസ് കോടതി വരാന്തയിൽ തന്നെ 8 നിലയിൽ പൊട്ടുമെന്നറിഞ്ഞിട്ടും പേടിപ്പിക്കാനോ വിരട്ടെങ്കിൽ 1 അല്ല 100 കേസെടുത്താലും പരമാവധി ഒരു മാഷാ അല്ലാ വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ കൊടിസുന് കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തമ്പ്രാനെ തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അങ്കരക്ഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരുതി നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവറുത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി. അപദാനങ്ങളുടെ വാഴ്ത്തുപാട്ട് സംഘങ്ങളുടെ അശ്ലീല കോറസിന് നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്.